പലപ്പോഴും നമ്മുടെ ഇടയിൽ രൂപപ്പെടുന്ന ഉപവാസത്തിനും നോമ്പിനുമൊക്കെ ഒരു മെലങ്കോളിക് സ്വഭാവമുണ്ട്. എന്തോ ഒന്നിനകത്തും നമ്മൾ വളരെ ബോധപൂർവം മാറുന്നെന്നും ആ മാറി നിൽക്കുന്നതിൻ്റെ ക്ലേശങ്ങൾ വരുന്ന ഒരു ശരീരഭാഷ രൂപപ്പെടുന്നുണ്ട്. അതങ്ങനെ ആവരുതെന്ന് യേശു എത്രയോ കാലം അനുശാസിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ ഉപവാസത്തിൻ്റെ ഒരു ക്ലേശവും നിങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ റിഫ്ലക്റ്റ് ചെയ്തെന്ന് അവിടെ നമ്മളെ പഠിപ്പിച്ചു. ഈ നിരന്തരം ഇങ്ങനെ ഉന്മേഷത്തിലായിരിക്കുക എന്ന് പറഞ്ഞൊരു ശരീരഭാഷയായിരിക്കണം നോമ്പിൻ്റെത്, ക്ലേശത്തിൻ്റെയോ ഒന്നുമല്ല. എന്തുകൊണ്ട് മനുഷ്യ സ്നാനഘട്ടങ്ങളിലേക്ക് വരുന്നത് ആവശ്യത്തിലേറെ പൊടിപുരണ്ടെന്നുള്ള ബോധത്തിൽ നടത്തുന്നതാണ്. അവനവൻ്റെ ആത്മാവിനെ അവിടുത്തെ പ്രകാശത്തിന് മുമ്പിലിരുത്തി ഒന്നുകൂടി കാണാൻ പറ്റുമെങ്കിൽ പൊടിപുരളാത്ത ഏത് ആത്മാവുള്ളൂ. നമുക്ക് കുറച്ചുകൂടി ശുദ്ധീകരണം ആവശ്യമുണ്ട്. അപ്പോഴാണ് നമ്മൾ പത്രോസിനെ കണക്ക് ഇങ്ങനെ പറയുന്നത്, എൻ്റെ കാൽപാദമല്ല എന്ന് കഴുകേണ്ടത് എൻ്റെ ശിരസ്സിനെ കഴുകുക. ഈ ഭാവനകൾക്കൊക്കെ വലിയ ശുദ്ധീകരണം ആവശ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് റിപ്പൻറ്റൻസ് വന്നൊരു കാര്യം ആരംഭിക്കുന്നത് ഈ മടങ്ങി വരിക. ഇതൊക്കെ നമ്മൾ പറയുന്ന കണക്ക് മടങ്ങി വരാനല്ലെങ്കിൽ നിരത്തിൽ എന്തിനാണ് ഇത്രയും യൂട്ടേണുകൾ? എപ്പോഴെങ്കിലും മടങ്ങി വരാം, ഓരോ സെക്കൻഡും മടങ്ങി. ഈ യൂട്ടേൺ നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ വൈകാതെ ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ മറ്റൊരു യൂട്ടേൺ ഉണ്ട്. ഒരു ദിശയിൽ സഞ്ചരിച്ച് എന്നതുകൊണ്ട് മാത്രം ആ ദിശയിൽ ഒടുങ്ങേണ്ട കാര്യമില്ല. 180 ഡിഗ്രി ടേണിങ്ങിന് വിളിക്കുന്ന വാക്കാണ് റിപ്പൻറ്റൻസ്. യൂട്ടേൺ ഓഫ് ലൈഫിനെ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാം ഭാഗം.